കള്ളൻ വിജയൻ വിവാദം ഏതാണ്ട് ഇന്നലത്തോടെ കെട്ടടങ്ങി. കള്ളൻ വിജയന് ആരാണ് എന്താണെന്നൊക്കെയുള്ള വിശദീകരണവും എതിർവാദവും പ്രസിഡന്റ് എഡിറ്റർ എം സ്വരാജ് വന്ന് ഇന്നലെ രാവിലെ വിശദീകരണം കൊടുത്തു നടന്നു. പക്ഷേ ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് CPM സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുകയാണ്. ഇത് ചേരുമ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടാൻ ഒരു വിഷയം ഇത് തന്നെയാണ്. അവർ ചർച്ച ചെയ്യും. കാരണം ഈ ദേശാഭിമാനി അവരെ പാർട്ടി ജിഹ്വയാണല്ലോ, പാർട്ടി മുഖപത്രത്തിൽ ഇത്തരത്തിൽ വലിയൊരു വിവാദമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ പത്രോഫീസിനുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയം, അല്ലെങ്കിൽ അവിടെ ഒതുങ്ങേണ്ട ഒരു വിഷയം എങ്ങനെ പൊതുജന മൊത്തത്തിലെത്തി എന്നുള്ള കാര്യമാണ് പാർട്ടി നേതൃത്വത്തെ ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുന്നത്. ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമുള്ള റിപ്പോർട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അതെ, റിപ്പോർട്ടിംഗ് ഉണ്ട്. ആ റിപ്പോർട്ടിങ്ങിൽ രൂക്ഷമായിട്ട് MV ഗോവിന്ദനും പിണറായി വിജയനുമെതിരെ ഉള്ള വിമർശനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അവിടെ പിടിച്ചു നിൽക്കാൻ അവർക്ക്, എനിക്ക് തോന്നുന്നു, ഈ കള്ളൻ വിജയൻ വിഷയം അവിടെ ഉയർത്തിക്കൊണ്ട് വരും, അതൊരു ചർച്ചയായി മാറും എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് പുത്തലത്ത് ദിനേശനും ദേശാഭിമാനിൻ്റെ ചീഫ് എഡിറ്ററും അത് ലെസൻ്റ് എഡിറ്റർ എം സ്വരാജ് അതിന് ഉത്തരം പറയേണ്ടി വരും. അവർ ഈ സംസ്ഥാന സമിതി യോഗത്തിൽ അവരിതിന് സമാധാനം പറയേണ്ടി വരും. ഇതെങ്ങനെ പുറത്തു പോയി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? VS-നെ കുറിച്ച് മാത്രം ഇറക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു സപ്ലിമെൻ്റിൽ എങ്ങനെ മറ്റുള്ള ലേഖനങ്ങൾ കയറി വന്നു എന്നുള്ളതൊക്കെ ചോദ്യമാണ്. അത് വന്നോ ഇല്ല, അത് വന്നില്ല എന്ന് ഇവർ പറയുമ്പോഴും ഇവർ പറഞ്ഞപ്പോഴും കള്ളമാണ് എന്ന് തെളിയിക്കപ്പെട്ടു എന്നുള്ളത് വേറൊരു തമാശയാണ്. ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സാങ്കേതിക പിഴവ് മൂലം പത്രം അടിക്കുന്നില്ലെന്നായിരുന്നു അറിയിപ്പ്. അങ്ങനെ ഈ സാങ്കേതിക പിഴവ് മൂലം പത്രം അടിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായി, അല്ലെ തടസ്സം നേരിട്ടു എന്ന് പറയുന്നിടത്ത് ഇത്തരമൊരു വാർത്ത എങ്ങനെയാണ് വെളിയിൽ വന്നത് എന്നുള്ളതിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതായത് അതിനകത്ത് കള്ളൻ വിജയൻ എന്നൊരു ലേഖനം ഉണ്ടായിരുന്നുവെന്നും ആ ലേഖനം പുറത്തു വന്നാൽ അത് പിണറായി വിജയനെക്കുറിച്ചാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുമെന്നും അതുകൊണ്ട് തന്നെ ആ ഒരു ആർട്ടിക്കിൾ ഒഴിവാക്കി ബാക്കി പത്രം അടിക്കണം എന്നുള്ളതും എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇല്ലെന്ന് മാധ്യമങ്ങൾക്ക് പിന്നാലെ പറഞ്ഞ സ്വരാജ് പറഞ്ഞതിന് പിന്നാലെ വീണ്ടും ഒരു വാർത്ത വരുന്നു. ഈ വാരാന്ത പതിപ്പിൻ്റെ എഡിറ്ററായിരുന്ന KR അജയന് ഇത് കൊടുക്കുന്നു, വാർത്ത വരുന്നു, അദ്ദേഹത്തെ എഡിറ്റർ സ്ഥാനത്തു നിന്ന് മാറ്റുന്നതായിട്ട് ഒരു വാർത്ത വരുന്നു. അപ്പോൾ ഇതെല്ലാം ഇന്നലെ സ്വരാജ് പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ് ഉണ്ടായത്. കാരണം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങളൊരു അച്ചടക്ക നടപടി എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇതെടുക്കുന്നു, അതിൽ മറ്റു മാധ്യമങ്ങൾക്ക് എന്താണ് കാര്യം എന്നാണ് പറഞ്ഞത്. താത്വികമായി ശരി തന്നെയാണ്. ഒരു മാധ്യമസ്ഥാനത്ത് നടക്കുന്ന അവിടുത്തെ വിഷയങ്ങളിൽ അവർ നടപടി എടുക്കുന്നതൊക്കെ അവിടുത്തെ കാര്യമാണ്. പക്ഷേ ഇത് അങ്ങനെയാണെങ്കിൽ പോലും പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാര്യം കള്ളൻ വിജയൻ എന്ന് കേട്ടാൽ പിണറായി വിജയനാണ് എന്ന് പാർട്ടി പത്രത്തിൽ ഈ തലപ്പത്തിരിക്കുന്നവർ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ കള്ളൻ്റെ പര്യായ പദമാണോ അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ? അതുപോലെ കഴിഞ്ഞ ദിവസം ആരോ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നതാണ്, ദേശാഭിമാനി ഇനി മുതൽ കള്ളൻ എന്നുള്ള വാക്ക് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി കള്ളൻ എന്നുള്ള വാക്ക് ദേശാഭിമാനി കൊടുക്കില്ല, കൊടുത്തു കഴിഞ്ഞാൽ അത് പിണറായി വിജയനാണ് എന്ന് നാട്ടുകാർ കരുതുമെന്ന് കരുതി അതിൻ്റെ തമാശക്കാരോട്ടിരുന്നതാണത്. അപ്പോൾ ഇത് കള്ളൻ വിജയൻ്റെ വിഷയം മാത്രമല്ല, ഈ സമീപകാലത്ത്, അതായത് സർക്കാരിന് ഭരണം LDF സർക്കാർ ഒഴിഞ്ഞ് UDF കയറി CPM-ന് ഭരണം നഷ്ടമായതിനു ശേഷം ദേശാഭിമാനി വന്ന 1-2 വാർത്തകൾ അത് ശരിക്കും പാർട്ടിയെ മാത്രമല്ല പിണറായി വിജയനെ വലിയ പ്രതിക്കൂട്ടിലാക്കുന്നത്. അതിൻ്റെ പേരിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ദേശാഭിമാനിക്ക് കർശന സെൻസറിങ് ഏർപ്പെടുത്തി. അത് മുതിർന്ന നേതാക്കൾ കാണാതെ വിവാദ വിഷയങ്ങൾ വാർത്തയാക്കാൻ പാടില്ല. വിഴിഞ്ഞത്തിൽ പണിവാളിയതാണല്ലോ. അതെ, അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടും MV ഗോവിന്ദന് വരെ അത് തള്ളി പറയേണ്ടി വന്നു. ദേശാഭിമാനി ചെയ്ത് ശരിയായില്ല എന്നുള്ള രീതിയിലേക്ക് അവരെത്തിയില്ലേ? തോമസ് ഐസക്ക് പറഞ്ഞത് കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ എടുക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഈ ദേശാഭിമാനിക്കുള്ളിൽ വലിയ ഒരു സ്പ്ലിറ്റ് ഉണ്ട്. ആ ഒരു സ്പ്ലിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ രഹസ്യങ്ങൾ ഇതിന് വെളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ രഹസ്യങ്ങൾ ചോർത്താൻ ഇടയാക്കിയ സംഭവത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് അജയനെതിരായിട്ടുള്ള കുറ്റം, അതായത് വാരാന്ത പതിപ്പിൻ്റെ എഡിറ്റർക്കെതിരായിട്ടുള്ള കുറ്റം. അപ്പം ഇതിൻ്റെ ചുമതലയുള്ളത് ഒന്ന് ദിനേശൻ പുത്തലത്തിനും സ്വരാജിനുമാണ്. അപ്പോൾ ഇവരെ വലിയാടാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് തലയൂരാനാണ് ശ്രമം. പക്ഷേ എങ്ങനെ ഇവർക്കെതിരെ നടപടിയെടുക്കും? ഇതൊന്നും ഇല്ല എന്ന് സ്വരാജ് വന്ന് ഇന്നലെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എങ്ങനെ നടപടിയെടുക്കാൻ പറ്റും? അതാണോടെ ചോദ്യം. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ സംസ്ഥാന സമിതി യോഗത്തിൽ കർശനമായ താക്കീത് അവർക്ക് കൊടുക്കുമായിരിക്കും. അല്ലാതെ നടപടിയെടുക്കുക, രണ്ടുപേരും പെട്ടെന്ന് തലസ്ഥാനത്ത് മാറ്റുകയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടപടി എടുക്കുക, അല്ലെങ്കിൽ അജയൻ്റെ ഒരു നടപടി എടുക്കുകയൊന്നും ചെയ്യാൻ സാധ്യത കാണുന്നില്ല. വാക്കാൽ അവർക്കൊരു വാണിംഗ് കൊടുക്കും. ഇത് അല്ലെങ്കിൽ
ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും സംസ്ഥാന സമിതി അംഗങ്ങളെ ഇതിന് ചുമതലയേൽപ്പിക്കും. അവരും കൂടെ നോക്കണം, അവർ പ്രധാനപ്പെട്ട വാർത്തകൾ അവരും കൂടെ കണ്ടു കൊടുത്താൽ എന്നുള്ള കാര്യത്തിൽ ആ നിലപാട് കൂടുതൽ കർശനമാക്കാനായിരിക്കും ഒരുപക്ഷെ പാർട്ടി ശ്രമിക്കും. ഈ ദേശാഭിമാനിയിലെ വീഴ്ചകൾ അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക കമ്മീഷനെ വെച്ചേക്കും. കാരണം ഇതിനകത്തുനിന്ന് ഇത്രയൊക്കെ സംഭവിച്ചത് അവിടുത്തെ ആഭ്യന്തര കാര്യമാണ്. എന്താണ് ഈ പത്രം അടിക്കുന്ന മാറ്റി വെച്ച് അവിടുത്തെ ആഭ്യന്തര വിഷയം, അത്രയേ ഉള്ളൂ. പക്ഷേ ആ വിവരം എങ്ങനെ പുറത്തുപോയി, അവിടെയാണ് പ്രശ്നം. പൊത്തലത്ത് ദിനേശൻ എന്ന് പറയുന്ന ദേശാഭിമാനിയുടെ ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ, എം സ്വരാജ് എന്ന് പറയുന്ന റെസിഡൻറ്റ് എഡിറ്റർ, ഈ പുത്തലത്ത് ദിനേശൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്നു, പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. വളരെ ശ്രദ്ധേയമായ രീതിയിൽ ആ ഓഫീസ് കൈകാര്യം ചെയ്ത കുഴപ്പമില്ലാതെ കൊണ്ടുപോയ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലൊക്കെ കൊണ്ട് തന്നെയാണ് ഈ രണ്ടാം പിണറായി സർക്കാരിലേക്ക് കുഴപ്പമില്ലാതെ പോയത് ഈ പുത്തലത്ത് ദിനേശൻ ഉള്ളതുകൊണ്ടായിരുന്നു. പക്ഷേ ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാരിലോട്ട് വരുമ്പോൾ ഇത് അടിമുടി താഴെ പോയി. ഇയാൾ കയറി പി ശശി കൊണ്ടുവന്നല്ലോ, ശശി വന്നു. ശശി വന്നാണ് ഇത് കുട്ടിച്ചോറാക്കിയതും ഈ തുടർഭരണം നഷ്ടമാക്കിയത്. എന്തായാലും ഈ പറയുന്ന പുത്തലത്ത് ദിനേശനെതിരെ നടപടിയെടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു അത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അതായത് പക്ഷെ അവിടെയും നേതാക്കളെ അദ്ദേഹം കുറ്റം പറഞ്ഞിട്ടില്ല. ഇല്ല, പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള അപജയങ്ങളെക്കുറിച്ചും എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നതിനെക്കുറിച്ചുമുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതല്ല അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്, അത് എന്തിന് അദ്ദേഹം പൊതുവേദിയിൽ പറഞ്ഞു എന്നുള്ളത്. പാർട്ടിക്ക് പിന്നെ സ്വന്തമായിട്ട് പാർട്ടി ഫോറവും അവരുടെ കോടതികളും ഒക്കെ ഉള്ളതല്ല. പിന്നെ സ്വന്തം പോലീസും കോടതി ഉണ്ടെന്ന് വരെ പണ്ട് പറഞ്ഞു കേട്ട സ്ഥലമാണ്. അപ്പോൾ ഏതായാലും സംസ്ഥാന കമ്മിറ്റിയിൽ ഇക്കാര്യം വലിയ ചൂടേറിയ ചർച്ചയാകുമെന്നുള്ള ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി അത് ഒരു വശത്ത്, മറുവശത്ത് ദേശാഭിമാനിയെ ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളും മറുവശത്തും. കണ്ണൂരിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ തിരിച്ചടി, ഒരുപക്ഷെ ഇന്ന് പയ്യന്നൂരിൽ നടന്ന സംഭവമൊക്കെ തന്നെ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് കണ്ണൂരിൽ നിന്ന് വീണ്ടും വരുന്നത് എന്നുള്ള കാര്യമൊക്കെ അവർ ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്താണെങ്കിലും ദിനേശൻ പുത്തലത്തും ഈ എം സ്വരാജും സംസ്ഥാന കമ്മിറ്റിയിൽ ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർക്കെതിരെ നടപടി ഉടനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആഭ്യന്തരമായിട്ട് എന്തെങ്കിലും അന്വേഷണമോ അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ ഉണ്ടാകും. പക്ഷേ അവർ ഇതിനകത്ത് ഉത്തരവാദികളാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ പത്രം അടിച്ചില്ല, പത്രം അടിക്കാതെ പോയതും ഈ പത്രത്തിൽ ഇങ്ങനെ ഈ പത്രത്തിൻ്റെ ഈ സൺഡേ സപ്ലിമെൻ്റ് എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്നുള്ളത് ദേശാഭിമാനിലുള്ളവർക്കേ അറിയാവുള്ളൂ. അപ്പോൾ ഈ ദേശാഭിമാനിയുടെ സൺഡേ സപ്ലിമെൻ്റ് ഇറങ്ങിയാലും ഇല്ലേലും ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് വേറെ ഒരു ചുക്കം സംഭവിക്കാനില്ല, അവർക്ക് ഒന്നും സംഭവിക്കാനില്ല. അവിടെയാണ് നമ്മൾ അങ്ങനെ വേണമെന്ന് ചിന്തിക്കാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനകത്തൊരു വിവാദം ഉണ്ടാക്കി പുറത്തേക്ക് വരണമെങ്കിൽ അത് ദേശാഭിമാനിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ്, അല്ലേ? അല്ലാതെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വിവാദമല്ല. ദേശാഭിമാനിയുടെ ഓഫീസിൽ നിന്നാണ് ആധികാരികമായിട്ട് പുറത്തു വരുന്നത്. ഇന്ന് സൺഡേ സപ്ലിമെൻ്റ് അടിച്ചിട്ടില്ല, എന്താണെന്ന് അറിയാമോ? അതിനകത്ത് VS കുറിച്ചുള്ള ലേഖനം ഉള്ളത് കൊണ്ടാണെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ കേൾക്കുന്നവർ നോക്കുമ്പോൾ ശരിയാണ്, ദേശാഭിമാനി ഒന്നാം പേജിൽ ഇതില്ല, ഉടനെ എല്ലാവരും എടുത്തു വെച്ച് അടിക്കുന്നു. VS കുറിച്ചുള്ള ലേഖനം ഒഴിവാക്കിയതാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. VS കുറിച്ചുള്ള ലേഖനമല്ല, കള്ളൻ വിജയൻ നാടകഗ്രാമം, ധന്യ നാടകഗ്രാമം, മുത്തിപ്പാറ PO എന്ന് പറയുന്ന തലക്കെട്ടി വന്ന TC രാജേഷ് എഴുതിയ ലേഖനമാണ് പ്രശ്നം. ഈ കള്ളൻ വിജയൻ പിണറായി വിജയനാണെന്ന് തെറ്റിദ്ധരിക്കും എന്നുള്ളതാണ് അവിടുത്തെ വിഷയം ഉണ്ടായിട്ട് വന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത്, വെളിയിൽ വന്നത് ഇവിടുത്തെ ആരും അവിടെ കയറി എടുത്തല്ല. അതായിരുന്നു ഇന്നലെ സ്വരാജിനോട് മാധ്യമങ്ങൾ ചോദിക്കേണ്ടത്. മാധ്യമപ്രവർത്തകരെടുത്ത് സ്വരാജ് കത്തിക്കയറിയപ്പോൾ തിരിച്ച് സ്വരാജിനോട് ചോദിക്കേണ്ട ഏക ചോദ്യം ഇതായിരുന്നു, ഇത് ഞങ്ങളാരും അവിടെ വന്ന് തന്നതല്ലല്ലോ, നിങ്ങളുടെ കൂട്ടത്തിലാരോ. അപ്പോൾ നിങ്ങൾ ആ വാർത്ത, ആ വിവരം ഇങ്ങോട്ട് ചോർത്തി തന്ന ആളെ നിങ്ങൾ അന്വേഷിച്ച് നടപടി എടുക്കുമോ എന്ന് ചോദിക്കണം. അപ്പോൾ അയാൾ പറയും, ആ ആള് നിങ്ങൾ പറയൂ എന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ പണിയല്ലല്ലോ. അപ്പോൾ അത് നമ്മളുടെ പണിയല്ല, അത് ചെയ്യേണ്ടത് നിങ്ങളാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ഇന്നലെ ഉണ്ടാകാത്തത് കൊണ്ട് മാത്രമാണ് ഇന്നലെ അവിടെ ഉരുണ്ട് കളിച്ച് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റിയത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇതിൻ്റെ പേരിൽ പുത്തലത്ത് ദിനേശനെ അവർ മാറ്റും. കാരണം അനഭിമതമായ ഫേസ്ബുക്ക് പോസ്റ്റ് പിണറായി വിജയനും MP ഗോവിന്ദനെതിരെ അദ്ദേഹം ഇട്ടിരുന്നു. അവർക്കെതിരെയാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല, പക്ഷേ അതായിരുന്നു വാസ്തവം. അതിൻ്റെ ഒരു കലിപ്പിലാണ് പിണറായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേരിൽ പുത്തലത്തിനെതിരെ രൂക്ഷമായ നടപടി വന്നേക്കും.
സ്വരാജ് ഇവർക്ക് പ്രിയങ്കരനായ അതെ 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 എത്രത്തോളം സൈദ്ധാന്തികനാണല്ലോ. സ്വരാജിന് നേരെ നടപടി ഉണ്ടാകുമെന്ന് എന്നാലൊരു വാണിംഗ് കൊടുക്കും എന്തായാലും എന്തായാലും അതുണ്ടാവും. ശ്രദ്ധിക്കണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്ന് തന്നെ വരും. അങ്ങനെ വരാനുള്ള സാധ്യത ഏറെയാണ്.